ലീവ് സറണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് 2001, 2002 കാലയളവിൽ ആന്റണി സർക്കാർ ഭരിക്കുന്ന കാലത്ത് കേരളം സ്തംഭിപ്പിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ സമരം നടന്നത്. അന്ന് നിങ്ങളുടെ CPIM-ന്റെ വലിയ പിന്തുണ ഈ സമരം ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ പിന്തുണയിലാണ് ആ വലിയ സമരം നടന്നത്. ഇന്നിവിടെ സർക്കാർ ജീവനക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ലീവ് സറണ്ടറൊക്കെ കിട്ടിയിട്ട് എത്രയോ വർഷങ്ങളായി എന്ന്. ഇപ്പോൾ DA കുടിശ്ശികയുടെ കാര്യം പറഞ്ഞല്ലോ. DA കുടിശ്ശിക ഒരു ഗഡു കൊടുത്തു തീർക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു. അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസംഗമുണ്ട്. ശമ്പളം കിട്ടിയാൽ തന്നെ വലിയ കാര്യം, ശമ്പളം തന്നെ കിട്ടുമോ എന്ന് ഉറപ്പില്ല, അപ്പോഴാണ് ഇനി DA കിട്ടാൻ പോകുന്നത് എന്ന് CPM-ന്റെ ഭരണ മുന്നണിയുടെ മുഖ്യകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ സർക്കാർ കൈമലർത്തി കാണിക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ശ്രീ അരുൺ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 2022 ജനുവരി മാസം 16 ഒരു സർക്കാർ ഉത്തരവ് അയച്ചിട്ടുണ്ട്. അന്ന് UDF ആണ് ഭരിക്കുന്നത്, AK ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ സർക്കുലറിന്റെ ഹെഡിങ് തന്നെ വേസ് ആൻഡ് മീൻസ് പൊസിഷൻ ഓഫ് ദി സ്റ്റേറ്റ് അഡീഷണൽ എക്കണോമിക് മെഷേഴ്സ് എന്നതാണ്. അതിന്റെ 28 താങ്കളത് വായിക്കണം. 28ാമത്തെ ക്ലോസ് ഞാൻ വായിക്കാം. ദ സാലറി ഫോർ 2002 ജനുവരി വിൽ ബി ഡിസ്പേഴ്സ്ഡ് ഓൺ February 1, 2002. The salary for February 2002 and March 2002 will be dispersed on March 15, 2002 and April 15, 2002 respectively. അതായത് ജനുവരിയിലെ സാലറി ഫെബ്രുവരിയിലും ഫെബ്രുവരിയിലെയും മാർച്ചിലെ സാലറി മാർച്ച് 15-നും ഏപ്രിൽ 15-നും അതായത് 1.5 മാസം വൈകി കൊടുത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്ത് വലിയ സമരം കേരളത്തിൽ നടന്നു. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, സർക്കാർ ജീവനക്കാരുടെ മക്കൾ തെരുവിലിറങ്ങി പ്ലക്കാർഡ് പിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ജയിലിൽ, വീട്ടിൽ പട്ടിണി, ഞങ്ങൾ എന്ത് ചെയ്യും ആന്റണി മാമ എന്ന് പറഞ്ഞ് ഒരു ബാനറും പ്ലക്കാർഡും ഒക്കെ പിടിച്ച് സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾ പോലും അന്ന് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് സമരം കൊണ്ട് കേരളത്തെ വിറപ്പിച്ച ആളുകളാണ് നിങ്ങൾ. മിസ്റ്റർ അഭിലാഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. 1 മാസവും 1.5 മാസവും 2 മാസവും സർക്കാർ ജീവനക്കാർക്ക് സാലറി വൈകുന്നതും, ഒരു ദിവസം ട്രഷറിയിലെ നെറ്റ്വർക്ക് സംവിധാനത്തിലെ ചില സാങ്കേതിക പിഴവ് മൂലം പണം ഡിസ്പേഴ്സ് ചെയ്യാൻ ഒരു ദിവസം കഴിയാതെ വരുന്നതും രണ്ടും രണ്ടാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി ഗവൺമെന്റ് സംവിധാനം സംവദിച്ചിട്ടുണ്ട്. എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. നികുതി പിരിവ് കാര്യക്ഷമമാക്കി മാറ്റി കഴിഞ്ഞ 2-3 വർഷമായി വലിയ വർധന ഉണ്ടായിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് അക്കം നിരത്തി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് മാർച്ച് മാസം 1-ന് ഡിസ്പേഴ്സ് ചെയ്യേണ്ട സാലറി അത് 3-ാം തീയതി അവധിയായിരുന്നു. ഇന്ന് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതിസന്ധി പൂർണ്ണമായി തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1-ാം തീയതി സാലറി പിൻവലിക്കാൻ കഴിയാത്തത് കൊണ്ട് ബില്ലുകൾ ഒരുമിച്ച് വരും എന്നതുകൊണ്ട് 50,000 രൂപയുടെ ഒരു ക്ലോസ്, 1.5 ലക്ഷം രൂപയുടെ ഒരു കണ്ടീഷനാണ് വച്ചിരിക്കുന്നത്. ഇന്ന് 1.5 ലക്ഷം വിഡ്രോ ചെയ്ത ആൾക്ക് നാളെ ബാക്കി 1.5 ലക്ഷം വിഡ്രോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. ജനങ്ങൾക്ക് മുന്നിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. കേന്ദ്രം ഫെബ്രുവരി മാസം 29-ാം തീയതിയാണ് നികുതി വിഹിതത്തിലെ 2,736 കോടി രൂപ അനുവദിച്ചത്. IGST നമുക്ക് കിട്ടേണ്ട വിഹിതം 1,386 കോടി രൂപ ഫെബ്രുവരി മാസം 29-ാം തീയതി രാത്രിയാണ് അനുവദിച്ചത്. അങ്ങനെ 4,132 കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് അവസാനത്തെ വർക്കിംഗ് ഡേറ്റ്സിൽ February 29-ന് നമുക്ക് അനുവദിക്കുന്നു. ശമ്പളത്തിന് നമുക്ക് കൊടുക്കാൻ വേണ്ട തുക 3,226 കോടി രൂപയും പെൻഷന് കൊടുക്കാൻ വേണ്ടത് 1,845 കോടി രൂപയും 5,071 കോടി രൂപ നമുക്ക് വേണം. പെൻഷൻ 1-ാം തീയതി തന്നെ എല്ലാവർക്കും വിഡ്രോ ചെയ്യാൻ പറ്റി 450 കോടി രൂപ. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് അല്ലേ നമ്മുടേത്. ആ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ജനങ്ങളല്ലേ ഈ കേരളത്തിലുള്ളത്. പ്രളയവും കോവിഡും വന്നപ്പോഴും ശമ്പളത്തിൽ 1 രൂപ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. UDF-ന്റെ സംഘടനകൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഓർഡർ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ കാരണം ഔദാര്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം